ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു വൺ ഡേ ട്രിപ്പാണ്. നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ, അതായത് പിള്ളേർ മാത്രമായിട്ട് പോണ ഒരു ഫസ്റ്റ് ട്രിപ്പും കൂടിയാണ്. ആക്ച്വലി ഇന്നലെ രാത്രി നമുക്ക് കിടന്നുറങ്ങണ വരെയും നമുക്ക് വലിയ ഹോപ്പുണ്ടായിരുന്നു, അതായത് കൺഫ്യൂഷനിലായിരുന്നു നമുക്ക് പോകാൻ പറ്റുമോ ഇല്ല, അങ്ങനെയൊക്കെ ഒരു രീതിയിൽ നിൽക്കുകയായിരുന്നു. കാരണം ഈ ഒരു റീസെൻറ്റ് ഡേയ്സിലൊക്കെ നല്ല മഴ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ വീട്ടിൽ നിന്നൊന്നും നമ്മൾ പിള്ളേർ മാത്രമായിട്ട് പോകണ്ട എന്നൊക്കെ ഉള്ളൊരു ഇതിലായിരുന്നു. സോ നമ്മുടെ ഈ ട്രിപ്പിലെ മെയിൻ കോർഡിനേറ്റർ എന്ന് പറയുന്നത് ഐഷ കേട്ടോ. കാരണം ഐഷ പല പല സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിലും മൂന്നാർ അവൾ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അവളുടെ നിർബന്ധത്തിലാണ് നമ്മളപ്പോൾ ഇന്ന് ഈ ട്രിപ്പ് വന്നത്. ഇന്ന് രാവിലെ എല്ലാവരെയും വിളിച്ച് എണീപ്പിച്ചതും കുത്തിപ്പൊക്കി എണീപ്പിച്ചതെല്ലാം അവളാണ് കേട്ടോ. സോ അങ്ങനെ ഞങ്ങൾ അതേ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മൂന്നാറിൻ്റെ മെയിൻ സ്പോട്ട് ആ ഒരു വാട്ടർഫോളൊക്കെ കണ്ടു. പിന്നെ അവിടെ ക്രൗഡ് ആയതുകൊണ്ട് ഞങ്ങളങ്ങനെ ഇറങ്ങിയില്ല. പിന്നെ അതിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എയർ കുറച്ച് കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ അത് എയർ അടിക്കാൻ വേണ്ടി അടുത്തുള്ളൊരു വർക്ക്ഷോപ്പിൽ വന്നതാണ്. അപ്പോൾ ഇത് ഭയങ്കര പ്രീ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ട്രിപ്പൊന്നും അല്ലാത്തതുകൊണ്ട് അത്യാവശ്യം അവരെന്തൊക്കെയോ സാധനങ്ങളൊക്കെ വീട്ടിലുള്ളതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൊന്നും മേടിച്ചിട്ട് അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ചെറിയ ചെറിയ സ്നാക്സ്, കപ്പ് കേക്ക്സ് അങ്ങനെ എന്തൊക്കെയോ എല്ലാവരും കഴിക്കുന്നുണ്ട്. ഞാനും അപ്പോൾ കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ മൂന്നാർക്ക് വിടുകയാണ്. ഭാഗ്യത്തിന് ഇന്നാണെങ്കിൽ മഴയും കാര്യങ്ങളും ഒന്നുമില്ല. മഴ ഉണ്ടെങ്കിലും നമുക്ക് വലിയ പ്രശ്നമില്ല, നമ്മൾ മാത്രമല്ല പിള്ളേർ മാത്രമല്ല പോണത്. അപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പ്ലാൻ ചെയ്യുന്നത് വട്ടവടയാണ് പോകാൻ പ്ലാൻ ചെയ്തത്. അതായത് മൂന്നാറൊക്കെ ബാക്കിയുള്ളവരൊക്കെ പോയി കണ്ടൊക്കെയാണ് വട്ടവടയൊക്കെ പോയതാണെങ്കിലും വട്ടവട ഒന്ന് നമുക്ക് പോയിട്ട് എക്സ്പ്ലോർ ചെയ്യാമെന്നാണ് ഇതുവരെയുള്ള പ്ലാൻ. അങ്ങനെ ഞങ്ങൾ വെച്ച് പിടിക്കുകയാണ്. നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അതായത് അക്കൂടെ ഉമ്മയുടെ വീട്ടിലെ എല്ലാവരും, അതായത് കസിൻസ് പിള്ളേരൊക്കെയാണ് കേട്ടോ നമ്മൾ പോണത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഇറങ്ങിയത്, അതായത് ഫസ്റ്റ് വന്നത് ടീ ഫാക്ടറിയിലേക്കാണ്. അപ്പോൾ അവിടെ ഒരു നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ സെന്ററിൽ അടുത്ത ഫ്രണ്ടിൽ കയറിക്കോളാം. എനിക്കൂല എന്റെ തലയിലാണ്ടിരുന്നാ എന്നാൽ നീ കണ്ണാടി നോക്കാണ്ട് കുത്തി. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫോണിന്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് പോയി. സോ അടുത്തായിട്ട് ഞങ്ങൾ പോണത് എക്കോ പോയിന്റിലേക്കാണ്. അപ്പോൾ ഈ ഒരു ടേണിങ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്ഥലം എത്തും. ഗൂഗിൾ പേ പക്ഷെ ഞങ്ങൾക്ക് കിട്ടണ്ടല്ലോ. VI എയർടെൽ
മസാല അവിടെ ഉണ്ടാ വേണ്ട 10 പേർക്ക് 10 അഭിപ്രായം ഇല്ലില്ല ഞാൻ ലാലിയ വെച്ച് തന്നേട്ടാ അങ്ങനെ നമ്മുടെ എക്കോ പോയിന്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അതേ അവരൊക്കെ ഫ്രണ്ടിൽ പോവാണ്. അപ്പോൾ ഞാൻ അതേ നടന്ന വഴി അവിടെ ചെറിയ ചെറിയ ഇതേപോലത്തെ പൂക്കൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ വേണ്ടി. എനിക്ക് എവിടെ പോയാലും പൂക്കൾ കണ്ടാൽ അതൊന്ന് പറിക്കുക, ഒരു ഫോട്ടോ എടുക്കുക, അതെനിക്ക് മാൻഡറ്ററി ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് നേരം എക്കോ പോയിന്റിലൊക്കെ നിന്നിട്ട് ഇതേ ഇറങ്ങി. കണ്ണിന്റെ മുമ്പിൽ കൊണ്ട് നോക്കരുതിട്ടാ. വെണ്ണിലാക്കായൻ കുലനീന്തി വന്നതാരോ രാജ്യത്തെ രാജകുമാരി രാജ്യത്തെ. ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഫോണിലെ റേഞ്ച് കംപ്ലീറ്റ്ലി പോയി. അപ്പോൾ മുതൽ ഞങ്ങളുടെ പാട്ടും ഞങ്ങൾ പാടിയിട്ടുള്ള പ്ലേലിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ എക്കോ പോയിന്റിൽ നിന്ന് നമ്മൾ നേരെ വട്ടവടയിലേക്ക് എൻ്റർ ആവുകയാണ്. നമ്മൾ വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് നിന്നില്ല. തിരിച്ച് വന്ന വഴി നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വ്യൂ പോയിന്റ് കാണാൻ കയറാമെന്ന് വിചാരിച്ചു. ബിക്കോസ് അല്ലെങ്കിൽ നമ്മൾ വട്ടവട എത്തുമ്പോഴത്തേക്കും അത് കണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഡിലേ ആവണ്ട, ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചു. എനിക്ക് പോണ ഈ റൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല കാം ആൻഡ് പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ ഇതേ ഞങ്ങൾ അങ്ങനെ വട്ടവട എത്തി ഇങ്ങനെ കുറച്ച് അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. നമുക്കപ്പോൾ ഇനി അടുത്തത് ജീപ്പ് റൈഡ് പോവാം. അവിടെ ഡിസ്കഷനിലായിരുന്നു കേട്ടോ, ജീപ്പ് സഫാരിക്ക് പോവാന്നുള്ള 2-3 പേരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഫൈനലി നമ്മുടെ ജീപ്പ് റൈഡിന് കയറി. സോ എനിക്ക് തോന്നുന്നു ഒരു 3 മണിക്കൂർ അടുപ്പിച്ചുള്ള ഒരു ട്രക്കിംഗ് ആണ്. നമ്മുടെ അതിൻ്റെ ഉള്ളിൽ പല പല സ്ഥലത്ത് അവർ കൊണ്ടുപോകും. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പോയില്ലെങ്കിൽ ശരിക്കും മിസ്സായാൻ. കാരണം നമ്മൾ ഈ വീഡിയോ എടുക്കാൻ, അതായത് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൽ മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോ എടുത്തേക്കണം. ചിലവരുടെ തലയൊക്കെ കമ്പിപ്പോൾ മുട്ടുന്നുണ്ട്. ഫുള്ളിങ്ങനെ കുലുങ്ങി നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ സംഭവം ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ വണ്ടർലയിൽ ഒരു വലിയ റൈഡൊക്കെ ഇല്ലേ, നമ്മുടെ മോളിൽ നിന്ന് ഇങ്ങനെ എടുത്തിടണൊക്കെ ഇല്ല, എനിക്ക് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇപ്പം തീരല്ലേ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളത് അടുത്തൊരു ഫാമിലേക്കാണ് അവർ ഇറക്കിയേക്കണത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പല പല സ്ഥലത്ത് അവരിങ്ങനെ ഇറക്കും. പല പല വ്യൂ പോയിന്റും കാണാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹലോ, അപ്പോൾ നമ്മളിപ്പോൾ ഫാം കാണാൻ വേണ്ടിയിട്ട് വന്നേക്കണാണ്. ബ്ലാക്ക്ബെറി ഫാം, പിന്നെ സ്ട്രോബെറി ഫാം ഉണ്ടെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ ഇതാട്ടോ ഈ ബാക്കിൽ കാണുന്നതാണ് ഫാം.
അപ്പോൾ അതേ നമ്മൾ അവിടുത്തെ സാമ്പിളൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അതായത് ഇവിടെ ജാമും, അതായത് ഫ്രഷ് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്ത ജാമ്, പിന്നെ വൈന്, പിന്നെ ചെറിയ സ്ക്വാഷ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് അച്ചാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ബ്രൊക്കോളി കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. ബ്രൊക്കോളിയുടെ ഫാം ഇവിടെ ഉണ്ട്. സോ നമ്മളിപ്പോൾ ബ്രൊക്കോളി മേടിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമാണ് സൂപ്പൊക്കെ വെക്കാൻ, വീട്ടിലൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനം. പിന്നെ നല്ല ഹെൽത്തി അല്ലേ. അപ്പോൾ ദേ ഞങ്ങൾ ബ്രൊക്കോളി ഇതാണ് എടുത്തിട്ട്, അതായത് ചെറിയ ചെറിയ ബ്രൊക്കോളിയാണ് കേട്ടോ, ചെറിയ സൈസിലുള്ളതാണ്. അപ്പൊ നമ്മിപ്പോ ഉള്ളത് ബ്ലാക്ക്ബെറി ഫാമിലാണ് കേട്ടോ. ഇവിടെ ബ്ലാക്ക്ബെറി ഒക്കെ ഒരുപാട് ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നത് കണ്ട, ചെറിയ ചെറിയ ഉണ്ടായി കിടക്കുന്ന പഴുത്തതൊക്കെ അവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത്രയും വലിയ വലിയ സൈസിലുള്ള ബ്ലാക്ക്ബെറി ആണ്. അപ്പൊ നമ്മൾ ഫാമിൽ കൂടെ പോണാണ്. സ്ട്രോബെറി സീസൺ ഇപ്പോഴല്ല, ഡിസംബർ ജാനുവരി ആ ഒരു സമയത്ത് ആ സീസൺ എന്ന് പറഞ്ഞത്. പക്ഷെ ഇത് ബ്ലാക്ക്ബെറിയുടെ സീസൺ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതാണ് ഫാം. അപ്പൊ ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചു തരാം. സ്ട്രോബെറി തോട്ടത്തിൽ നിന്നും സൈനിങ് ഓഫ്. അങ്ങനെ ഞങ്ങൾ വന്ന് ഒരു മലയുടെ ടോപ്പ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കണം. ഈ സ്ഥലത്തിന് എന്തോ പേര് പറഞ്ഞ്, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ആ ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആകെ ഒരു ചെറിയ പ്രോബ്ലം എന്ന് തോന്നാൻ വേണ്ടിയിട്ട് ഭയങ്കര പൊടി. ഞാൻ ക്രീം ഷോളൊക്കെയായിരുന്നു ഇട്ടാച്ച്, ക്രീമൊക്കെ കൂടെ ബ്രൗൺ കളർ, ബാഗി ജീൻസൊക്കെ കളറൊക്കെ ഫുൾ ചേഞ്ച്. ഇവിടെ എത്തിയപ്പോൾ ഒരു കറക്കമായിരുന്നു കേട്ടോ, ജീപ്പ് മൊത്തം ഒരു കറക്കമായിരുന്നു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. വ്യൂ മാത്രമല്ല, നമ്മൾ ആദ്യം കണ്ടത് കോവിലൂർ, അവിടെ വരാനും ബസ് സർവീസ് ഒക്കെ ഉള്ളത്. വേറെ എവിടെയും ബസ് സർവീസ് കാര്യങ്ങൾ ഇല്ല. നമുക്ക് ആ കാണുന്നില്ലേ, അതാണ് കൊട്ടാക്കുമ്പൂർ വില്ലേജ്. കൊട്ടാക്കുമ്പൂർ ഈ അഭിമന്യു ഇല്ലേ, ആ ജനിച്ചു വന്നത് ആ വില്ലേജ്. കാട് പോലില്ല, കൃഷിപ്പാടിന്റെ നടുക്ക് ഇറങ്ങി പോകുമ്പോൾ അതെ. അപ്പോൾ കയറി വരുമ്പോഴൊക്കെ കണ്ടിട്ട് വന്നു, ഇറങ്ങി പോകുമ്പോഴൊക്കെ കണ്ടിട്ട് പോകും. അതാണ് താലേർന്ന് കണ്ടല്ലേ ജിയോന്റെ ടവർ.
അങ്ങനെ അടുത്തത് നമ്മ വന്നത് സ്ട്രോബെറി ഫാമിലാണ്. അതായത് നേരത്തെ കാണിച്ച ഫാമിലൊന്നും സ്ട്രോബെറീസ് ഉണ്ടായിരുന്നില്ല. ഇവരവിടെ ഇതേപോലെ കൾട്ടിവേറ്റ് ചെയ്ത് എടുക്കുക കേട്ടോ. നമുക്ക് പുറത്തുനിന്ന് അങ്ങനെ കാണാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അവിടെ നിന്ന് തന്നെ കൾട്ടിവേറ്റ് ചെയ്ത സ്ട്രോബെറീസ് അപ്പോൾ നമ്മ ഒരു പാക്കറ്റ് മേടിച്ചു. അപ്പോൾ അവർ കഴിക്കാൻ എന്തോ ഒക്കെ സാമ്പിൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മേടിച്ചത്. നല്ല ഫ്രഷ് സ്ട്രോബെറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇത് സീസൺ ടൈം അല്ല, അല്ലെങ്കിൽ ഇവിടെയൊക്കെ നിറച്ചിങ്ങനെ പിടിച്ചിരിക്കും. ഇത് അവർ പ്രൊട്ടക്ട് ചെയ്ത് ആ ഒരു ഇങ്ങനെ പ്ലാസ്റ്റിക് ക്ലോത്തിങ് കണ്ടില്ല, അങ്ങനെ വെച്ചിട്ടാണ് അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അത് കുറച്ച് മാത്രമേ ഉള്ളൂ, സീസൺ അല്ലാത്തതുകൊണ്ട് അധികം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇവിടെ ഒരു വാട്ടർഫോൾ, ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട് എന്ന് പറഞ്ഞ് അത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു ഇടവഴി എന്ന് പറയാൻ പറ്റില്ല, ഈ ചെറിയൊരു കനാല് കണ്ട്. ഇവിടെ നല്ല പ്യുവർ വാട്ടറാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ റീൽസിനൊക്കെ ഓരോന്നൊക്കെ എടുത്ത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ വാട്ടർഫോൾ എന്ന് പറയുന്നത്. ചെറിയൊരു വാട്ടർഫോൾ ആയിരുന്നു. അത് നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കുളിക്കാനൊക്കെ കൊള്ളാം. അങ്ങനത്തെ ഒരു ചെറിയൊരു വാട്ടർഫോൾ ആയിരുന്നു. കാരണം അങ്ങനെ ഒഴുകിപ്പോവുക അങ്ങനെയൊന്നും ഇല്ല. ആ ഒരു കല്ലിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. നോക്കി കയറി. സോ ഞങ്ങൾ എല്ലാവരും കയറിയത് ടോപ്പിൽ വന്നിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ വ്യൂ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഓരോ വ്യൂവും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതായത് ഏറ്റവും ടോപ്പിലല്ല, ഇനിയും നമുക്ക് അപ്പുറത്തേക്ക് പോയാൽ കുറച്ചും കൂടെ മുകളിലേക്ക് കയറാം. പക്ഷെ ഞങ്ങൾ അത്രയും കയറിയിട്ടില്ല. അതായത് വ്യൂ ഇത് തന്നെയാണ്. ഡെൻസിറ്റി ഇങ്ങനെ കൂടുന്തോറും ആ ഹൈറ്റിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. മഴയില്ലാത്തതുകൊണ്ട് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. മഴയുണ്ടെങ്കിൽ ഇത് മറ്റേ ബ്രൗൺ സോയിൽ, അതായത് ചെളി പിടിച്ചാൽ തെന്നിപ്പോകും, മണ്ണ് തന്നെ തെന്നില്ലേ, അങ്ങനത്തെ പോലത്തെ മണ്ണായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് മാക്സിമം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഞങ്ങൾ കുറച്ച് നേരം നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ അവിടെ ചേട്ടൻ ജീപ്പൊക്കെ വെച്ചിട്ട് വെയിറ്റ് ചെയ്യണമായിരുന്നു കേട്ടോ. ഓരോരോ സ്പോട്ട് നമുക്ക് കാണിച്ചു തരും. എന്നിട്ട് നമ്മൾ അവിടെ പോയിട്ട് എൻജോയ് ചെയ്ത് വരുമ്പോൾ ആ ചേട്ടൻ അവിടെ വെയിറ്റ് ചെയ്യും. അങ്ങനെയാണ്. പിന്നെ കുറച്ച് സ്പോട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളോട് പറഞ്ഞ സ്ഥലത്തൊക്കെ ഞങ്ങൾ പോന്നു. പിന്നെ വേറൊരു സ്ഥലം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് എല്ലാവർക്കും ഒരു ഡാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇങ്ങനെ എന്താ പറയുക, പുല്ല് പോലത്തെ ഒരു സ്ഥലം. പക്ഷെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോയി. അപ്പോൾ ട്രക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു 3.5-4 മണിക്കൂർ അടുപ്പിച്ച ട്രക്കിങ് സൂപ്പർവായിരുന്നു. പിന്നെ ഞങ്ങൾ വട്ടവട വിടുകയാണ്, തിരിച്ചിനി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയ വഴി നേരിയതായിട്ട് മഴ ഇങ്ങനെ പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വിശന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ ആദ്യം വന്നില്ല, അതായത് വട്ടവടയിലേക്ക് കയറുമ്പോഴത്തേക്ക് ഒരു കടയിൽ കയറിയില്ലേ, അപ്പോൾ അവിടുത്തെ കോൺ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ വന്നു. കോൺ അന്വേഷിച്ചായിരുന്നു വന്നിട്ടുണ്ടാവും, പക്ഷെ കോൺ ഉണ്ടായിരുന്നില്ല. ഗൈസ് അമ്പടി ചൗദ മാഗിയുടെ നല്ല നീളുണ്ടായി. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ന്യൂഡിൽസ്, പിന്നെ ബ്രെഡ് ഓംലേറ്റ്, മാങ്ങ, അങ്ങനെ അല്ലറച്ചില്ലറ ചെറിയ സാധനങ്ങളൊക്കെ കഴിച്ച്. അതായത് കോൺ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേറൊരു സ്ഥലത്ത് നിന്ന് വരുത്തിച്ച് തരാം നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ അതും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വിശപ്പിൻ്റെ വിളിയുണ്ട് ഓരോന്നൊക്കെ മേടിച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓരോന്നൊക്കെ കഴിച്ച്. കാരണം ഇവിടെ വേറെ ഷോപ്പ് കാര്യങ്ങളൊന്നും ഇല്ല, എല്ലാം ഇങ്ങനത്തെ അറിയാലോ, ഇങ്ങനത്തെ കടകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളങ്ങനെ കുറച്ച് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇങ്ങനെ കൂടി നിൽക്കണം. നോക്കിയപ്പോൾ ഒരു ആന, അതിൻ്റെ തൊട്ടപ്പുറം വേറെ 2 ആനകൾ ഉണ്ടായിരുന്നുണ്ടോ. നമുക്ക് അങ്ങനെ പോകുമ്പോഴത്തേക്ക് ആനനെയൊക്കെ കാണുന്ന റെയറല്ലേ.
അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ചു നേരം നിർത്തിയിട്ടിട്ട് ആനനെയൊക്കെ കണ്ട് ഫോട്ടോ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റുള്ള. കാരണം ഈ ഒരു എന്താ പറയാ ഇറങ്ങാൻ വേണ്ടിയിട്ട് പേടിയായി. ഇനി ആന എങ്ങാനും കൂടെ ഓടി വന്നാൽ നമ്മൾ ഇത്രയും പേരുള്ളതല്ലേ, അത് റിസ്ക്കാണ്. അത്രയും റിസ്ക് എടുത്തില്ല. അതിന് ഈ ആനനെ കണ്ട് നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് പോവാം എന്ന് പറഞ്ഞ് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോയപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി ഈ ഒരു ഭാഗത്തിന് ഒരു ആനനെ കണ്ടോ. അങ്ങനെ ടോട്ടൽ 3 ആനകൾ ഉണ്ടായിരുന്നു. ഇവിടെയും കുറച്ചു നേരം ആനനെയൊക്കെ കണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മതേ അങ്ങനെ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. കുറച്ചിങ്ങനെ ഇരുട്ടി തുടങ്ങിയപ്പോഴത്തേക്കും ഫോഗ് വന്ന് തുടങ്ങി. നല്ല രസമുണ്ടായിരുന്നു ആദ്യമൊക്കെ കാണാൻ വേണ്ടിയിട്ടും. പിന്നെ ഫോഗ് കൂടി വന്ന് നമുക്ക് കണ്ണ് കാണാത്തതില്ല. പുക ഇങ്ങനെ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്യ വിധമായിരുന്നു. ഇതേപോലെ ആയിരുന്നു കേട്ടോ ഞാനൊക്കെ വയനാട് പോയപ്പോഴത്തേക്കുള്ള ഫോഗ്. അടിപൊളിയായിരുന്നു. ഇത് ഞങ്ങൾ ഒട്ടും കാണുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും നമ്മൾ കുറച്ചു നേരം വണ്ടി നിർത്തിയിട്ട്, കാരണം അല്ലെങ്കിൽ റിസ്ക് അല്ലേ, പുറത്തുള്ള ഒന്നും അതായത് തൊട്ട് ഫ്രണ്ടിലുള്ള പോലെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ അടുത്ത് അതായത് ഓപ്പോസിറ്റിൽ നിന്ന് എന്തെങ്കിലും വണ്ടി വന്നാൽ അതിന്റെ ലൈറ്റ് അടുത്തെത്തുമ്പോഴൊക്കെ കാണാൻ പറ്റാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിർത്തിയാക്കിയിട്ട് വീണ്ടും ജേർണി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതിനുശേഷം ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ആലുവ എത്തിയപ്പോഴാണ് ഡിന്നറൊക്കെ കഴിച്ചത്. സോ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്, 1 ഡേ ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിനി വേറെ വ്ളോഗ്സ് ഒക്കെ ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺ. ബൈ.